കെ.ആർ. ഗോപികൃഷ്ണൻ തൃശ്ശൂരിൽ നിന്ന് തത്സമയം. ഗോപികൃഷ്ണൻ, തൃശ്ശൂർ എന്നുള്ളത് ഒരു സ്റ്റാർ മണ്ഡലമാണ്. അതിൽ കെ മുരളീധരൻ വടകരയിൽ നിന്ന് പെട്ടെന്ന് തൃശ്ശൂരിലേക്ക് മാറുന്നു എന്നൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ കൂടുതൽ ശ്രദ്ധാകേന്ദ്രമായി മാറിയ മണ്ഡലം കൂടിയാണ്. 3 സ്ഥാനാർത്ഥികളോടും ഇന്ന് ഗോപികൃഷ്ണൻ സംസാരിക്കുമ്പോൾ ഈ വികസനം എന്നുള്ളതിൽ ഊന്നി തന്നെയാണോ 3 പേരും സംസാരിക്കുന്നത്? അനുജ, നമുക്കറിയാം ഇനിയിപ്പോൾ ഈ പരസ്യ പ്രചാരണത്തിനുള്ള സമയം അവസാനിക്കാൻ ഇനി 24 മണിക്കൂറാണ് ബാക്കിയുള്ളത്. 3 മുന്നണികളും ഒരുപോലെ തന്നെ പരമാവധി വോട്ടുകൾ അവർക്ക് അനുകൂലമാക്കി മാറ്റാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് ഈ മണിക്കൂറുകളിലെല്ലാം. തൃശ്ശൂർ നേരത്തെ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ കരുത്തരായ 3 സ്ഥാനാർത്ഥികൾ ഏറ്റുമുട്ടുന്ന, അപ്രവചനീയത നിലനിൽക്കുന്ന, അവസാനത്തെ വോട്ട് എണ്ണിക്കഴിയും വരെ ആരാ ജയിക്കുമെന്ന് പറയാൻ കഴിയാത്ത, ഒരുപക്ഷെ ഏറ്റവും അധികം ഈ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുന്ന പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. ഇവിടെ അനുജ നേരത്തെ പറഞ്ഞതുപോലെ ദേശീയ വിഷയങ്ങൾ മുതൽ പ്രാദേശിക വിഷയങ്ങൾ വരെ ഈ പ്രചാരണ കാലത്ത് ചർച്ചാ വിഷയമായിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം, പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾ, അതിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള വിമർശനങ്ങളൊക്കെ വളരെ വലിയ സജീവമായ ഒരു വിഷയമായി ഈ മണിക്കൂറുകളിൽ തൃശ്ശൂരിൽ നിറഞ്ഞു നിന്നിരുന്നു. പൂരം നടത്തിപ്പിൽ സർക്കാരിന് വലിയ വീഴ്ച പറ്റി എന്ന നിലയിലാണ് UDF-ഉം NDA-യും ഈ വിഷയത്തെ സമീപിച്ചത്. അതേസമയം തന്നെ ഇതിൽ രാഷ്ട്രീയം കണ്ടുകൊണ്ട് ഇത് LDF-ന് തലയിൽ കെട്ടിവെക്കുകയും ശബരിമല പോലെ ഒരു വിവാദ വിഷയമാക്കി കത്തിക്കാനുമാണ് ചിലർ ശ്രമിക്കുന്നത് എന്ന ആക്ഷേപമാണ് LDF-നുള്ളത്. ഏതായാലും ഇതിൽ വളരെ തന്ത്രപരമായ ഒരു മാറ്റം NDA-യുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അതാണെന്ന് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുമായി സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. പൂരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക്, പൂരവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള വിമർശനങ്ങളെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമായി ഈ മണിക്കൂറുകളിൽ കൊണ്ടുവരാൻ NDA ആലോചിക്കുന്നില്ല. സുരേഷ് ഗോപി ഇന്ന് അത് വ്യക്തമാക്കുകയും ചെയ്തു. കാരണം ഇതിൽ പരസ്യ പ്രതികരണം ഇനി വേണ്ട എന്നൊരു നിലപാടിലേക്ക് NDA സ്ഥാനാർത്ഥി മാറിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതേസമയം ഇന്ന് രാവിലെ ഞാൻ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാറിനെ കണ്ടപ്പോഴും അതിനുശേഷം UDF സ്ഥാനാർത്ഥി K മുരളീധരനുമായി സംസാരിച്ചപ്പോഴും ഒക്കെ പൂരം എന്നതൊരു പ്രധാനപ്പെട്ട വിഷയമായി അവർ അവരുടെ സംഭാഷണത്തിലുണ്ടായിരുന്നു. അതിൽ K മുരളീധരൻ പറഞ്ഞത് പൂരം നടത്തിപ്പിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടുണ്ട്, അതിൻ്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ്, LDF-ന്റെ കയ്യിൽ നിന്ന് ഈ സംഭവം പോയിരിക്കുന്നു, അതുകൊണ്ട് ഇനി അത് ഏത് നിലയിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ NDA സ്ഥാനാർത്ഥി 2ാം സ്ഥാനത്ത് വന്നാൽ അതിന് മറുപടി പറയേണ്ടി വരിക കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരിക്കും. അങ്ങനെ ഇതിൻ്റെ രാഷ്ട്രീയത്തെ പുറത്തേക്ക് എടുത്തുകൊണ്ട് മുരളീധരൻ ഇന്ന് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്, 2ാം സ്ഥാനം BJP സ്ഥാനാർത്ഥി എത്തുകയാണെങ്കിൽ, NDA സ്ഥാനാർത്ഥി എത്തുകയാണെങ്കിൽ അതിന് പിന്നെ ഒരു അന്തർധാര പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കേണ്ടി വരും. അങ്ങനെ CPM NDA കൂട്ടുകെട്ടുണ്ട് എന്ന് പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ടാണ് K മുരളീധരൻ ഈ വിഷയത്തെ സമീപിച്ചത്. അതേസമയം ഇടതുമുന്നണി സ്ഥാനാർത്ഥി VS സുനിൽകുമാറോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചെറിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്, അതിൽ ഉടൻ തന്നെ സർക്കാർ ഇടപെട്ടിട്ടുണ്ട്. പൂരമല്ല തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം വികസനവും അതുപോലെ ജനങ്ങൾ തൃശ്ശൂരിൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ആരുണ്ട് എന്നതാണ്. VS സുനിൽകുമാർ ഊന്നിയ ഒരു രാഷ്ട്രീയ പ്രശ്നം, രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാരിനെതിരെ മതേതരത്വ നിലപാട് സ്വീകരിക്കുന്ന, ശക്തമായ മതനിരപേക്ഷത രാഷ്ട്രീയ സ്വഭാവം പുലർത്തുന്ന ആളുകളെ വിടണം. അതിൽ കോൺഗ്രസ്സുകാരെ വിശ്വസിക്കാൻ കഴിയില്ല. കാരണം പത്മജ വേണുഗോപാൽ ഇപ്പോൾ മറുകണ്ഠം ചാടിയിരിക്കുന്നു. K മുരളീധരന്റെ സഹോദരി K കരുണാകരന്റെ മകൾ BJP-യിലേക്ക് പോയിരിക്കുന്നു. അതോടൊപ്പം തന്നെ AK ആന്റണിയുടെ മകൻ BJP-യിലേക്ക് പോയിരിക്കുന്നു. അതുകൊണ്ട് ചോറ് വെന്തോ എന്ന് നോക്കാൻ ഒരു വറ്റ് തൊട്ടു നോക്കിയാൽ മതി. അതുകൊണ്ട് കോൺഗ്രസ്സുകാർ വിശ്വസിക്കാൻ കഴിയില്ല. സത്യസന്ധരായ കോൺഗ്രസ്സുകാർ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കണമെന്നാണ് ഇന്ന് VS സുനിൽകുമാർ പറഞ്ഞത്. K മുരളീധരൻ അതിന് തിരിച്ചടിച്ചത്, ഒരു കാര്യത്തിലും ഇടതുമുന്നണിയെ വിശ്വസിക്കാൻ കഴിയില്ല, NDA-യുമായി ഒരു രഹസ്യ കൂട്ടുകെട്ട് അവരുണ്ടാക്കിയിട്ടുണ്ടെന്നാണ്. ഏതായാലും സുരേഷ് ഗോപി ഇന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട വിഷയമായി NDA ഉയർത്തിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് വികസനമാണെന്നുള്ളതാണ്. ഏതായാലും പിടിതരാത്തൊരു മനസ്സുമായി ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോഴും തൃശ്ശൂർ മണ്ഡലം നിൽക്കുന്നു. ഇവിടുത്തെ സ്ത്രീ വോട്ടർമാർ അവരുടെ വോട്ടുകൾ ആർക്കായിരിക്കും എന്നത് ഇവിടെ വിജയിയെ നിശ്ചയിക്കുന്നതിന് നിർണായകമായി മാറും. ഈ കാര്യത്തിൽ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാണ്. സ്ത്രീ വോട്ടിൽ വലിയൊരു ഭാഗം തനിക്ക് അനുകൂലമായി മാറ്റാൻ കഴിയും എന്ന പ്രതീക്ഷ നേരത്തെ സുരേഷ് ഗോപി പറഞ്ഞു. അതേസമയം VS സുനിൽകുമാർ പറഞ്ഞത്, തൃശ്ശൂരിൻ്റെ മനസ്സറിയുന്ന, തൃശ്ശൂർക്കാർക്കൊപ്പം നിന്നിട്ടുള്ള, എല്ലാ കാലത്തും നാടിൻ്റെ മനസ്സറിയുകയും നാട്ടുകാരുടെ ആവശ്യങ്ങൾക്കൊപ്പം നിന്നിട്ടുള്ള തന്നെ തൃശ്ശൂർ ഒരു കാലത്തും തഴയില്ല. മാത്രമല്ല ഇടതുമുന്നണിക്ക് ശക്തമായ വേരോട്ടം ഈ മണ്ഡലത്തിലുണ്ട്, അതുകൊണ്ട് തികഞ്ഞ വിജയപ്രതീക്ഷയിലാണെന്നാണ്. K മുരളീധരൻ പറഞ്ഞത്, കരുണാകരൻ്റെ പാരമ്പര്യവും കോൺഗ്രസിൻ്റെ പാരമ്പര്യവും തൃശ്ശൂരിന് അടുത്തറിയുന്ന ഒരാൾ എന്ന നിലയിലും തൃശ്ശൂർക്കാരുടെ മനസ്സിലേക്ക് കടന്നു കയറാൻ തനിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ്. ഏതായാലും പരസ്യ പ്രചാരണം അവസാനിക്കുന്ന മണിക്കൂറുകളിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണം കടക്കുമ്പോൾ 3 സ്ഥാനാർത്ഥികളും അനുജ ഒരുപോലെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് പരമാവധി വോട്ടുകൾ ഉറപ്പിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ്. അവർ പല വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട തൃശ്ശൂരിൽ ആത്യന്തികമായി അത് ഏത് സ്ഥാനാർത്ഥിയെ തുണയ്ക്കുന്നു എന്നത് അപ്രവചനീയതയായി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നതാണ് തൃശ്ശൂരിൻ്റെ പ്രത്യേകത. അനുജ.
കരുത്തരായ സ്ഥാനാർത്ഥികളാണ് 3 പേരും. അതുകൊണ്ട് തന്നെ അപ്രവചനീയത തൃശ്ശൂരിനെ സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ അവസാന മണിക്കൂറിലും തൃശ്ശൂരിൽ നിന്ന് KR ഗോപികൃഷ്ണൻ നൽകിയ വിവരം.